ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 200 ലൈക്കിൻ്റെ ടാർഗറ്റ്. എല്ലാവരും അതിലേക്കും എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് സെർജിയോ ലൊബേറ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും എന്നുള്ള കാര്യം. അതായത് ഈ ഒരു വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ സെർജിയോ ലൊബേറയെ സ്വന്തമാക്കാൻ നോക്കി, പക്ഷേ അദ്ദേഹം വന്നില്ല. പകരം സെർജിയോ ലൊബേറയെ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ സ്വന്തമാക്കുക നേരത്തുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു ട്രാൻസ്ഫർ വിൻഡോ സ്വന്തമാക്കാൻ നോക്കിയാലും വലിയൊരു കോൺട്രാക്റ്റാണ് ഓടിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ ആ ഒരു കോൺട്രാക്റ്റ് ട്രിഗറൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ സ്വന്തമാക്കുക എന്ന് പറയുന്നത് ഭയങ്കര പൈസ ചിലവുള്ള കാര്യമാണ്. പിന്നെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പ്ലേസിനെ കൊണ്ടുവരണം. സോ അങ്ങനെ വളരെ വലിയൊരു പ്രശ്നം തന്നെ നമുക്ക് നേരിടേണ്ടി വരും. സോ ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും സെർജിയോ ലൊബേറ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം വളരെ സംശയമാണ്. സോ എന്തായാലും ഈ ഒരു കാര്യമല്ല ഞാൻ പറയാൻ വന്നത്, നിങ്ങൾ എന്തായാലും അറിഞ്ഞാണ്. മറ്റൊരു കാര്യമാണ്, അത് സെർജിയോ ലൊബേറയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റൊരു കാര്യമാണ്. അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വരും എന്ന് പറഞ്ഞുകൊണ്ടുള്ള റൂമർ കൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തതാണ്. അതായത് അദ്ദേഹം ഇന്നത്തെ മാച്ച് മുഹമ്മദൻസ് മാച്ചിന് ഉണ്ടാകില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതായത് അദ്ദേഹത്തിന് എന്തോ ഒരു ഇൽനെസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്നത്തെ മാച്ചിൽ സൈഡ് ലൈൻ ഉണ്ടാകില്ല എന്ന തരത്തിലുള്ള വാർത്ത പുറത്തേക്ക് വരുന്നുണ്ട്. പകരക്കാരനായിട്ട് അവരുടെ അസിസ്റ്റൻറ്റ് കോച്ചായിരിക്കും അവരെ, ഇന്ത്യൻ അസിസ്റ്റൻറ്റ് കോച്ച് ആന്റണി ദാസ് ആയിരിക്കും അവരെ നയിക്കാൻ പോകുന്നത് എന്ന തരത്തിലുള്ള റൂമറുകളാണ് പുറത്തേക്ക് വരുന്നത്. റൂമറല്ല, ഏതാണ്ടൊക്കെ ഒഡീഷ തന്നെ കൺഫേം ചെയ്ത് പറയുന്നൊരു കാര്യമാണ്. സോ എന്തായാലും പനി കാരണം ഇന്ന് നമുക്ക് സെർജിയോ ലൊബേറയെ സൈഡ് ലൈനിൽ കാണാൻ സാധിക്കില്ല. സോ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ സെർജിയോ ലൊബേറ വരും എന്നുള്ള കാര്യം നിങ്ങൾ അത്ര വലിയ രീതിയിൽ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. കാരണം വലിയൊരു പൈസ വേണം. അതിനേക്കാട്ടും നല്ല രീതിയിൽ കൊണ്ടുവരാൻ കേരള ബ്ലാസ്റ്റേഴ്സ് പറ്റാവുന്നൊരു കോച്ചാണ് ഡിലൻ ബ്രിസ്. കാരണം ലിമിറ്റഡ് പ്ലേയേഴ്സേ ഉള്ളൂ, എന്നിട്ടും അദ്ദേഹം നടത്തുന്നൊരു പെർഫോമൻസ് ആ ഒരു ടീമിനെ വെച്ച് വേറെ ലെവലിൽ ഒരു പോസിറ്റീവ് കോച്ചാണ്. ഗ്രീസിൽ നിന്ന് വരുന്ന കോച്ചാണ്. ഗ്രീസിൽ നിന്ന് വരുന്നവരെല്ലാം തന്നെ ഒരു വാരിയേഴ്സാണ്. സോ ഉറപ്പായിട്ടും അദ്ദേഹത്തെ കൊണ്ടുവന്നാൽ വളരെയധികം നന്നായിരിക്കും. സോ ഇങ്ങനെയുള്ള നല്ല നല്ല കണ്ടെത്തലുകൾ ബ്ലാസ്റ്റേഴ്സ് നടത്തുന്നില്ല, മാനേജ്മെൻറ്റ് നടത്തില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്.